എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ വമ്പൻ പണ്ഡിതന്മാരെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഹരാരെ സ്പോർട്സ് ക്ലബിന്റെ മൈതാനത്ത് നടന്നത് വെറുമൊരു ക്രിക്കറ്റ് മത്സരമായിരുന്നില്ല, മറിച്ച് ചരിത്രം തിരുത്തി കുറിക്കപ്പെട്ട ഒരു മഹായുദ്ധമായിരുന്നു. ICC അണ്ടർ-19 ലോകകപ്പ് 2026ന്റെ രണ്ടാം സെമിഫൈനലിൽ അഫ്ഗാനിസ്ഥാൻ പടുത്തുയർത്തുന്ന 310 റൺസ് എന്ന ഹിമാലയൻ സ്കോർ കണ്ട് ഇന്ത്യൻ ആരാധകരുടെ നെഞ്ചിടിപ്പ് കൂടിയപ്പോൾ അഫ്ഗാൻ താരങ്ങൾ വിജയമുറപ്പിച്ച് ഡ്രസ്സിംഗ് റൂമിൽ ആഘോഷം തുടങ്ങിയിരുന്നു. എന്നാൽ ആ 310 റൺസിന്റെ കൂറ്റൻ കോട്ടയെ ഇന്ത്യൻ യുവസിംഹങ്ങൾ തച്ചു തകർത്ത രീതി കണ്ട് അഫ്ഗാൻ നായകൻ മഹബൂബ് ഖാൻ മൈതാനത്ത് തന്നെ പൊട്ടിക്കരഞ്ഞുപോയി. കണ്ണീരും നാണക്കേടും നിറഞ്ഞ മുഖവുമായി വാർത്താ സമ്മേളനത്തിനെത്തിയ അദ്ദേഹം ജയിച്ചെന്നുറപ്പിച്ച മത്സരം കൈവിരലുകൾക്കിടയിലൂടെ മണൽത്തരി പോലെ ചോർന്നുപോയതിനെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേട്ട് മാധ്യമപ്രവർത്തകർ പോലും സ്തംഭിച്ചുപോയി. മത്സരത്തിന്റെ തുടക്കം അഫ്ഗാന് അനുകൂലമായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത മഹബൂബ് ഖാന്റെ തീരുമാനം ഒരു വരദാനം പോലെ ഫലിച്ചു. അഫ്ഗാൻ ബാറ്റ്സ്മാൻമാരായ ഫൈസൽ ഷിനോസാദയും ഉസറുത്തുള്ള നിയാസായും ഇന്ത്യൻ ബൌളർമാരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പ്രഹരിച്ചു. ഫൈസൽ 110 റൺസുമായി സുൽത്താനെ പോലെ മൈതാനം ഭരിച്ചപ്പോൾ നിശ്ചിത 50 ഓവറിൽ 310 റൺസ് എന്ന അണ്ടർ-19 ലോകകപ്പിലെ തന്നെ ഏറ്റവും വലിയ സ്കോറുകളിലൊന്ന് ബോർഡിൽ തെളിഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ കൊടും വിഷമുള്ള സ്പിൻ ആക്രമണത്തിന് മുന്നിൽ ഈ സ്കോർ മറികടക്കുക ഇന്ത്യയ്ക്ക് അസാധ്യമാണെന്ന് ക്രിക്കറ്റ് ലോകം വിധിയെഴുതി. എന്നാൽ ഹരാരെയുടെ മണ്ണിൽ ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ കണ്ടത് മറ്റൊന്നാണ്. 311 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം കണ്ടിട്ടും തെല്ലും ഭയമില്ലാതെ ഇന്ത്യൻ ഓപ്പണർ വൈഭവ് സൂര്യവംശി അഫ്ഗാൻ ബൌളർമാർക്ക് നേരെ ഒരു ചുഴലിക്കാറ്റായി ആഞ്ഞടിച്ചു. വെറും 33 പന്തിൽ 68 റൺസ്. അഫ്ഗാൻ പേസർമാരുടെയും സ്പിന്നർമാരുടെയും ലൈനും ലെങ്തും തകർത്തെറിഞ്ഞ ആ ഇന്നിംഗ്സ് അഫ്ഗാൻ ടീമിന്റെ ആത്മവിശ്വാസത്തെ ചവിട്ടിമെതിച്ചു. വൈഭവ് തുടങ്ങിയ ആ വെടിക്കെട്ട് ആരോൺ ജോർജും ക്യാപ്റ്റൻ ആയുഷ് മാത്രയും ചേർന്ന് ഏറ്റെടുത്തതോടെ അഫ്ഗാൻ ബൌളർമാർക്ക് മറുപടിയില്ലാതെയായി. ലോക പ്രശസ്തമായ അഫ്ഗാൻ സ്പിന്നർമാരെ വെറും കളിപ്പാട്ടങ്ങൾ പോലെയാണ് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ കൈകാര്യം ചെയ്തത്. വെറും 26.5 ഓവറിൽ ഇന്ത്യ 207 റൺസ് എന്ന നിലയിലേക്ക് കുതിച്ചപ്പോൾ സ്റ്റേഡിയം നിശബ്ദമാവുകയും അഫ്ഗാൻ താരങ്ങൾ പരാജയം സമ്മതിച്ച് തലകുനിക്കുകയും ചെയ്തു. മത്സരശേഷം വാർത്താസമ്മേളനത്തിനെത്തിയ അഫ്ഗാൻ നായകൻ മഹബൂബ് ഖാന്റെ വാക്കുകളിൽ തോൽവിയുടെ വേദനയും സ്വയം വിമർശനവും നിറഞ്ഞുനിന്നു. ഇടറിയ ശബ്ദത്തോടെ അദ്ദേഹം പറഞ്ഞു, "ഇന്നെന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്. 310 റൺസ് ബോർഡിൽ ചേർത്തപ്പോൾ ഞങ്ങൾ ഫൈനൽ ടിക്കറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ അമിത ആത്മവിശ്വാസമാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ തെറ്റ്. വൈഭവ് സൂര്യവംശി ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ബൌളർമാർ ഭയന്നുപോയി. ഞങ്ങളുടെ പ്ലാനുകളെല്ലാം തകർന്നു. ജയം കൈപ്പിടിയിലാണെന്ന് കരുതിയ നിമിഷം തന്നെ ഞങ്ങൾ തോറ്റുപോയിരുന്നു." തങ്ങളുടെ പരാജയത്തിന്റെ കള്ളക്കണക്കുകൾ തുറന്നു പറയാനും മഹബൂബ് മടിച്ചില്ല. വൈഭവ് സൂര്യവംശിക്കെതിരെ വ്യക്തമായ ഒരു തന്ത്രവും തങ്ങൾക്കുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം നൽകിയ പ്രഹരം ബൌളർമാരുടെ മനോനില തെറ്റിച്ചെന്നും അദ്ദേഹം സമ്മതിച്ചു. "ഞങ്ങളുടെ പ്രധാന ബൌളർമാരായ നൂറിസ്ഥാനി ഉമർസായും വാഹിദുള്ള സദ്രാനും തങ്ങളുടെ മാന്ത്രിക പന്തുകൾ എറിഞ്ഞിട്ടും കാര്യമില്ലായിരുന്നു. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ സാധാരണ മനുഷ്യരല്ല, മറിച്ച് ഏതോ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന സൂപ്പർ ഹ്യൂമൻസ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. ഞങ്ങളുടെ ഓരോ തന്ത്രത്തിനും അവരുടെ കൈവശം മറുപടി ഉണ്ടായിരുന്നു." മഹബൂബ് ഖാൻ വികാരാധീനനായി പറഞ്ഞു. ഫീൽഡിംഗിലെ പിഴവുകളും സമ്മർദ്ദഘട്ടത്തിൽ കൈകാലുകൾ വിറച്ചതും തോൽവിയുടെ ആഴം കൂട്ടി. യുദ്ധത്താൽ തകർന്ന തങ്ങളുടെ രാജ്യത്തിന് ലോകകപ്പ് ഫൈനൽ എന്ന സ്വപ്നം സമ്മാനിക്കാൻ കാത്തിരുന്ന അഫ്ഗാൻ ജനതയുടെ പ്രതീക്ഷകളാണ് മൈതാനത്തെ അച്ചടക്കമില്ലായ്മയും അമിത ആത്മവിശ്വാസവും കാരണം തകർന്നടിഞ്ഞത്. 310 റൺസ് എന്ന കൂറ്റൻ സ്കോർ നേടിയിട്ടും അത് സംരക്ഷിക്കാൻ കഴിയാത്തത് അഫ്ഗാൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പാഠമായി അവശേഷിക്കും. സുഹൃത്തുക്കളെ, വൈഭവ് സൂര്യവംശിയുടെ ഈ ഇന്നിംഗ്സോടെ അഫ്ഗാൻ സ്പിന്നർമാരുടെ പേടിസ്വപ്നം അവസാനിച്ചു. 310 റൺസ് പ്രതിരോധിക്കാൻ കഴിയാത്തത് ബൌളർമാരുടെ മാത്രം കുറ്റമാണോ? ഇന്ത്യൻ കൗമാരപ്പടയുടെ ഈ ഉജ്ജ്വല വിജയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ഇന്ത്യ ഓൺ ഫയർ എന്ന് രേഖപ്പെടുത്തൂ. ഫൈനൽ പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.